ഹലോ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്നത്തെ ഒരു റെസിപ്പി ഞാനിവിടെ ചെയ്ത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ. ഇവിടെ കാണുന്നത് 2 ടൊമാറ്റോ, പിന്നെ പ്ലേറ്റിൽ കാണുന്നത് സവാള, വറ്റൽമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. പാൻ വെച്ചിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഈ ഒരു റെസിപ്പി ഈസി എന്ന് പറയാൻ കാരണം ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ രാവിലെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചട്നി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വരെ സ്റ്റോർ ചെയ്യാം. ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിതിലിപ്പോൾ ഓരോന്നിട്ട് വഴറ്റുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാനായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു നിറമെല്ലാം മാറി പച്ചമണമെല്ലാം മാറി കിട്ടുമ്പോൾ വളരെ കുറച്ചായി നമുക്ക് തോന്നത്തുള്ളൂ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും എനിക്ക് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും വേണ്ടിയുള്ളൂ. നമ്മളതുപോലെ ഓരോ ദിവസം വെക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രിഡ്ജിൽ. പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ദിസ് ഈസ് സംതിങ് ബെറ്റർ ഫോർ ദം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇതിനെ ഒന്ന് തണുത്ത് വന്നപ്പോൾ നമ്മളിതിൽ ചെറിയ ജാറിലിട്ട് നമ്മളിതിനെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കല്ലേ വഴണ്ട് വരുമ്പോൾ. അതായത് ഈ നമ്മുടെ വീട് വിട്ടൊക്കെ നിൽക്കുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു കേൾക്കാനാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഫൈൻ പേസ്റ്റാക്കി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒരു പ്ലേറ്റിലോട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിനെ കടുക്, അതായത് വെളിച്ചെണ്ണ, കടുക്, ഇച്ചിരി ഉഴുന്നും പരിപ്പിട്ട് കടുക് വറുത്തതിന് ശേഷം അതിൽ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഓഫീസിലൊക്കെ പോകുന്നവർക്കേ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ. അപ്പോൾ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അരുൾ ജ്യോതിയിൽ നിന്നും ആര്യഭവനിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ ദോശയ്ക്കാണ് ഇത് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. ബൈ.